നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാമല്ലോ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിഷക്കലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള കെമിക്കലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ മരണത്തിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് വാറ്റുചാരത്തിലും മറ്റുമൊക്കെ ഈ അട്ടയെ പിടിച്ച് ഇട്ട്, അതായത് ഇതിൻ്റെ കിക്ക് കൂടാൻ വേണ്ടിയിട്ട്, അതായത് തലയ്ക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അട്ടയും മറ്റ് സംഭവങ്ങളൊക്കെ ഇടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് അട്ടയിടുന്നു എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ അട്ട ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ സയനൈഡും അതുപോലെ തന്നെ ഹൈഡ്രോക്വിനോൺ പോലുള്ള ചില രാസവസ്തുക്കൾ പുറന്തള്ളാറുണ്ട്, സ്പ്രേ ചെയ്യാറ്. അപ്പോൾ ഇത് ലെമുർ പോലുള്ള ചില ജീവികൾ ഈ അട്ടയെ എടുത്ത് വായിൽ മറ്റേ കടിക്കുകയും പിന്നെ ഒരു ഉന്മത്താവസ്ഥയിലൊക്കെ എത്തുകയും ചെയ്യുന്ന കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. BBC അങ്ങനെ ഉള്ള ഇതുള്ള ചാനൽ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അട്ട ഹൈഡ്രജൻ സയനൈഡ് ഹൈഡ്രോക്വിനോൺ പോലുള്ള രാസവസ്തുക്കൾ പുറന്തള്ളുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, അതായത് ഹൈഡ്രജൻ സയനൈഡ് അതുപോലെ ഹൈഡ്രോക്വിനോൺ ഇതുപോലുള്ള രാസവസ്തുക്കൾ നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ, അതായത് നമ്മുടെ ഈ കോശങ്ങൾ, നാഡീകോശങ്ങൾ ഉൾപ്പെടെയുള്ള കോശങ്ങൾ ശ്വസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന രാസവസ്തുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വളരെ ചെറിയ അളവിൽ തന്നെ ഇത് ഹൈഡ്രജൻ സയനൈഡ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ രാസായുധമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇന്നത്തെ കാലത്ത് രാസായുധങ്ങൾ നിരോധിച്ചിരിക്കുന്ന അത് വളരെയധികം മനുഷ്യത്വരഹിതമായിട്ടുള്ള ആയുധങ്ങളാണ്. അതായത് ഈ നമ്മൾ ഹൈഡ്രജൻ സയനൈഡ് ഗ്യാസുകൾ തുറന്നു വിട്ട് ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് പണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചെയ്തിരുന്നതാണ്. അപ്പം ഇത് വളരെയധികം അപകടകരമായിട്ടുള്ളൊരു രാസവസ്തു ആയതുകൊണ്ട് ഏതാണ്ട് കുറച്ച് കോൺസെൻട്രേഷൻ കഴിഞ്ഞ് ഇത് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ അട്ടയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ് എന്ന് വെച്ചാൽ വളരെയധികം ചെറിയ അളവിലാണ്, വളരെ ചെറിയ. ഞാൻ മുമ്പ് ഈ മരക്കിഴങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. അപ്പം അതിൻ്റെ അകത്തും സസ്യങ്ങളും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ് പോലുള്ള രാസവസ്തുക്കളാണ്. അതെങ്ങനെ നമ്മൾ ഒഴിവാക്കുന്നു, ഈ കിഴങ്ങിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ആ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിരിക്കും. നമ്മൾ അബദ്ധത്തിലെങ്ങാനും അട്ടയെ മറ്റു ചവിട്ടിക്കഴിഞ്ഞാൽ രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധം ഉണ്ടാവാറുണ്ട്. നമ്മളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു തരം ഗന്ധം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അട്ട ഈ ഇതുപോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയ മിശ്രിതം പുറന്തള്ളുന്നുണ്ടാകും. അപ്പം ഇതുപോലുള്ള കുറച്ച് ജീവികൾ ഈ അട്ടയെ ഉപയോഗിച്ചിട്ടുണ്ട് ശരീരത്തിലൊക്കെ തുടയ്ക്കാൻ പറ്റുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഈ രാസവസ്തുക്കൾ കീടനാശിനികൾ കൂടെയാണ്, അതായത് ചെള്ളുകളെ മറ്റോ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്തുക്കൾ അട്ടയെ പിടിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് ശരീരത്തിലെത്തും, അത് വല്ലാത്ത തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യും ഈ ജന്തുക്കൾ. അപ്പോൾ ഈ രാസവസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്, അഥവാ മദ്യത്തിൽ ആരെങ്കിലും ചേർക്കുമെങ്കിൽ അതിന് കാരണം ഈ രാസവസ്തുക്കൾ അട്ടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് വളരെ വളരെ ചെറിയ അളവിലായതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ദോഷകരമായിട്ട് അത് ബാധിക്കാറില്ലെന്നേ ഉള്ളൂ. എന്നാലും അത് ദോഷം തന്നെയാണ്. അതായത് ചെറിയ അളവിലാണെങ്കിൽ അത് ക്രോണിക് ഫെയില്യൂർ, അതായത് കൂടുതൽ കാലത്തേക്ക് ചെറിയ അളവിൽ ഒരു വിഷം ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ അവയവങ്ങളെ പതുക്കെ പതുക്കെ ബാധിച്ച് അവസാനം അത് രോഗത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേ അവയവങ്ങളുടെ തകരാറിലേക്ക് നയിക്കും, മരണവും സംഭവിക്കും. അത് പതുക്കെ ഉണ്ടാകുന്നത് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് അട്ട അതുപോലെ മറ്റു രാസവസ്തുക്കളും മറ്റുമൊക്കെ മദ്യത്തിൽ ചേർക്കുന്നത് വളരെയധികം വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ മദ്യവും മറ്റു കാര്യങ്ങളും പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ഇതുപോലുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മറ്റേ സാധാരണ രീതിയിൽ കിട്ടുന്ന മദ്യം അല്ലാതെ, അതായത് ഇല്ലീഗലായിട്ട് കിട്ടുന്ന മദ്യവും മറ്റു കാര്യങ്ങളിലും ഉണ്ടോ ഇല്ലോ എന്ന കാര്യം നമുക്ക് അന്വേഷിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മദ്യപാനം ശരിയായി.